ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഒരുപാടെടുത്ത് വൗച്ചർ സ്കാംസുകൾ കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് വൗച്ചേഴ്സ് അല്ലെങ്കിൽ എക്സാം ഫീസ് ഇപ്പം നിങ്ങൾക്ക് 18,000 ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ റേറ്റിൻ്റെ അകത്ത് ചിലപ്പോൾ 13,000 അല്ലെങ്കിൽ 14,000 ഒക്കെ നിങ്ങൾക്ക് വൗച്ചേഴ്സ് കിട്ടുമെന്ന് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കൊക്കെ കയറി നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ പെട്ടെന്ന് എമൗണ്ട് കുറവാണല്ലോ എന്ന് വിചാരിച്ച് വെച്ചിട്ട് ചാടി കയറി ആ വൗച്ചേഴ്സ് മേടിക്കും. അപ്പം അങ്ങനെ സംഭവിക്കുമ്പം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അത് മിക്കവാറും സ്റ്റോളൻ ആയിട്ടുള്ള അതായത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡ്സോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് ആ വൗച്ചേഴ്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് എക്സാം ചിലപ്പോൾ എഴുതാൻ പറ്റും, പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ അത് അവർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കും. സോ അങ്ങനെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, പിയേഴ്സ് പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. സോ അവരുടെ കയ്യിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമേൽ വിശ്വാസമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് മാത്രമേ നിങ്ങളത് പർച്ചേസ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ജാനമിൻ അക്കാഡമി എന്ന് പറയുമ്പോൾ നമ്മൾ പിയേഴ്സുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉള്ള ടീംസാണ്. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പം നിങ്ങളൊരു പർച്ചേസ് അല്ലെങ്കിൽ ഒരു വൗച്ചർ മേടിക്കുമ്പോൾ ഓൾമോസ്റ്റ് 18,000 ആണ് കേരളത്തിലുള്ള ആളുകൾക്ക്, ഐ മീൻ ഇന്ത്യയിലുള്ള ആളുകൾക്ക്. ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ റേറ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തിയിട്ട് ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ആ വൗച്ചേഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. വൺസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ആ ഒരു സ്കാമിൽ അകപ്പെട്ട് കിടന്നിട്ട് കൈയും കാലുമായിട്ട് അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്നിട്ട് വന്നിട്ട് അയ്യോ ഇത് ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ എൻ്റെ സ്റ്റുഡൻസ് പറയാറുണ്ട്, മാം ഞാൻ 13,000 എന്നുള്ള എമൗണ്ട് കണ്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്താണ്, അപ്പോൾ ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മെസ്സേജസ് ഇല്ല. സോ അങ്ങനെയുള്ള അബദ്ധത്തിൽ പോയി ചാടാൻ പാടില്ല.